Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good day, എല്ലാവരും. നേരത്തെ കഴിച്ചു. നേരത്തെ കഴിച്ചല്ലേ? ഓക്കെ. കഴിച്ചു മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മുടെ കൂടെ ഇന്ന് എ ബാച്ചും കൂടി ഉണ്ട് കേട്ടോ. അതറിഞ്ഞോ നിങ്ങള്? ബി ബാച്ചിന്റെ കൂടെ എ ബാച്ചും കൂടി മർജ് ചെയ്തിട്ടായിരിക്കും ഇനി മുതൽ നമുക്ക് ക്ലാസ് കേട്ടോ. ഓക്കെ ആണോ? അറിഞ്ഞിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പോ ബി ബാച്ചിന് എടുത്തത് വരെയാണ് മിസ് എടുക്കുന്നത്. രണ്ടുപേരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ. ബി ബാച്ചിലുള്ളവര് ഒന്നും കൂടി ക്ലാസ് കേട്ടിരിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബാച്ചിന് എടുത്തത് എത്ര വരെയായിരുന്നു? ഓക്കെ. സ്റ്റോക്ക് വേരിയേഷൻസ് തുടങ്ങിയല്ലേ നമുക്ക് എടുക്കേണ്ടത്? ഡോക്യുമെന്റ്സ് കെപ്റ്റ് ഇൻ സ്റ്റോഴ്സ് അതുവരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോക്ക് വേരിയേഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം സ്റ്റോക്ക് വേരിയേഷൻസ് ഉണ്ടാകുന്നത്? എന്തൊക്കെയായിരിക്കാം? നമ്മൾ സ്റ്റോക്ക് വേരിയേഷൻ ചെയ്യുമ്പോ ABC അനാലിസിസ് എ ബാച്ചിന് ബി ബാച്ചിനല്ലേ എടുത്തത്? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എ ബാച്ച് ഇത്തിരി പുറകിലാണ് നിങ്ങളെക്കാട്ടിൽ. അവരുടെ നിങ്ങള് ബി ബാച്ചിൽ എടുത്ത വരെയാണ് മിസ് എടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വരെയാണ് മിസ് എടുക്കുന്നത്. ഓക്കെ. സ്റ്റോക്ക് വേരിയേഷൻ, സ്റ്റോക്കിലെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം വേരിയേഷൻസ് ഉണ്ടാകുന്നത്? പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ്? സ്റ്റോറേജ് ഓവർ ഇഷ്യൂ അല്ലെ, സ്റ്റോറേജ് ഷോർട്ടേജ് അല്ലെ, ഷോർട്ടേജിന്റെ കുറവ്, അതുപോലെ എന്താണ് മോഷണം സംഭവിക്കുന്നത്, അതൊക്കെയാണ് സ്റ്റോക്കിലെ വേരിയേഷൻസ് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ? നോക്കിക്കോളൂ. ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്. എന്താ റോങ് എൻട്രീസ് എന്ന് പറഞ്ഞാല്? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലില് നമ്മള് കുറെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടാവില്ലേ? അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എൻട്രി ചെയ്ത് വെക്കും അല്ലെ, ഇന്ന സാധനങ്ങള് 10 എണ്ണം അല്ലെങ്കിൽ ഇന്ന സാധനങ്ങള് 8 എണ്ണം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വെക്കും. അപ്പൊ ആ ഓർഡർ ചെയ്ത് വെക്കുമ്പോ അതിനകത്ത് എൻട്രി ചെയ്ത് വെക്കുമ്പോ അതിനകത്ത് എന്താണ് ആ എൻട്രിയിൽ ചിലപ്പോ കൊടുത്തിരിക്കുന്നത് ചിലപ്പോ 15 എണ്ണത്തിന് 10 എണ്ണം ആവാൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള റോങ് എൻട്രീസ് നമ്മൾ എൻട്രി ചെയ്യുമ്പോ സ്റ്റോക്കില് വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താണ്? ഷോർട്ടേജ് സംഭവിക്കുന്നത് മൂലം. പിന്നെ എന്താണ്? ഓവർ ഇഷ്യൂ, ഓവറായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് സ്റ്റോക്കിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ എന്താണ്? കെപ്റ്റ് ഇൻ റോങ് ബിൻ. എന്താണ് നമ്മൾ പഠിച്ചു അല്ലെ? റോങ് ബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ബോക്സിലും ഇടുന്നത് അല്ലെങ്കിൽ ഓരോ ഐറ്റംസും അതിൻ്റെതായിട്ടുള്ള ബോക്സുകൾ ഉണ്ടാവും. പഠിച്ചില്ലേ നമ്മള്? ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ? എന്താണ്? ഓരോ ഐറ്റംസിനും അതിൻ്റെതായിട്ടുള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ എന്താണ് ബിന്നുകൾ അല്ലെ, ഓരോ ബോക്സുകൾ ഉണ്ടാവും. ആ ബോക്സിൽ നമ്മൾ നിക്ഷേപിക്കാതെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസിൽ വേറെ മെറ്റീരിയൽസിന്റെ ബോക്സിൽ നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണെങ്കിൽ എന്തുണ്ടാവാറുണ്ട്? സ്റ്റോറ് വേരിയേഷൻസ് അല്ലെങ്കിൽ സ്റ്റോക്കില് കുറവോ കൂടുതലൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. പേജ് നമ്പർ
അങ്ങനെയാണ് എന്ത് കെപ്റ്റ് ഇൻ റോങ് ബിന്നിൽ പറയുന്നത്. പിന്നെന്താണ് പിൽഫ്രേജ്? എന്താണ് പിൽഫ്രേജ്? പറഞ്ഞില്ലേ മോഷണം സംഭവിക്കാം. എന്താണ് ചില ആളുകളൊക്കെ ചില സ്റ്റോറുകളില് അവിടുത്തെ സ്റ്റാഫിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുമില്ലെങ്കിൽ എന്താണ് ചില ഐറ്റംസ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെ മോഷണം സംഭവിക്കാം. അങ്ങനെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോവാം. അതാണ് പിൽഫ്രേജ്, മോഷണം സംഭവിക്കാം. പിന്നെ എന്താണ് ഇവാപൊറേഷൻ? എന്താണ് ഇവാപൊറേഷൻ എന്ന് പറഞ്ഞാല് ചില സാധനങ്ങള് പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്നത് അല്ലെ. ഏതൊക്കെയാണ്? സ്പിരിറ്റ്, ആൽക്കഹോള് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ. അതൊക്കെയാണ് ഇവാപൊറേഷനിൽ വരുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുമ്പോഴും സ്റ്റോക്കിൽ എന്തുണ്ടാകും? വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താണ് ആൻഡ് വേസ്റ്റ്? വേസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസ് വരാം? വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? ഓർത്ത് നോക്കിയേ, കണക്ട് ചെയ്ത് നോക്കിയേ. വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെ വരും? എക്സ്പയറി ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ വേസ്റ്റിൽ വരില്ലേ? എക്സ്പയറി ഐറ്റംസ്. അതുപോലെ എന്താണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ, കാലഹരണപ്പെട്ടത്. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതൊക്കെ എന്താണ് സ്റ്റോക്ക് വേരിയേഷന് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോർ വേരിയേഷനിലുള്ളത് കേട്ടോ. എന്തൊക്കെയാണ്? റോങ് എൻട്രീസ് നമ്മൾ എൻട്രി ചെയ്തതിലൂടെ സ്റ്റോക്കിൽ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഷോർട്ടേജ് അല്ലെങ്കിൽ ഓവറായിട്ട് ഇഷ്യൂ ചെയ്തത് മൂലം എന്താണ് സ്റ്റോക്കിൽ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. അതുപോലെ ചില ഐറ്റംസ് അതിൻ്റെതായിട്ടുള്ള ബോക്സിൽ ഇടാതെ ചിലപ്പോൾ വേറെ പലതിന്റെ വേറെ മെറ്റീരിയലിന്റെ ബോക്സിൽ ഇടുകയാണെങ്കിൽ അവിടെ എന്താണ് സ്റ്റോക്ക് വേരിയേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് പിൽഫ്രേജ്, മോഷണം സംഭവിക്കുന്നത് മൂലം സ്റ്റോക്കില് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. പിന്നെന്താണ് പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ഐറ്റംസ് അല്ലെ, എന്താണ് സ്പിരിറ്റ്, ആൽക്കഹോൾ. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്റ്റോക്കിനകത്ത് വേരിയേഷൻസ് കാണിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, എക്സ്പയറി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാകും. അതുപോലെ എന്താണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ കാലാഹരണപ്പെട്ടത്, ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ്, അതൊക്കെയാണ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് വരുന്നത്. ക്ലിയർ ആണോ? സ്റ്റോക്കില് വേരിയേഷൻസ് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റോക്കിലെ വേരിയേഷൻസ് ഉണ്ടാകുന്നത്. പിന്നെ എന്താണ് ഇനി നെക്സ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? പിൽഫ്രേജ് എന്താണ് എന്നുള്ളത് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താ പിൽഫ്രേജ്? ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ് ഓഫ് ലോ വാല്യൂ. എന്താണ്? ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ. എന്താ പറയുന്നത്? പിൽഫ്രേജ് എന്ന് പറഞ്ഞാല് മോഷണം. കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ മോഷണം നടത്തുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങള് മോഷണം നടത്തുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പിൽഫ്രേജ് എന്ന് പറഞ്ഞാല് മോഷണം എന്നാണ്. മോഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ. എന്താണ്? കുറഞ്ഞ മൂല്യമുള്ള, ലോ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ മോഷണം നടത്തുന്നു, അതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോർ വേരിയേഷൻസ് മനസ്സിലായോ? ഓക്കെയാണ്. ഡൗട്ട് വരുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ മിസ്? നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വേരിയേഷൻസ്. അക്കൗണ്ടബിലിറ്റി. എന്തൊക്കെയാണ് സ്റ്റോക്ക് വേരിയേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്? അക്കൗണ്ടബിലിറ്റി, accuracy, observing of theft and filtrate, examining of systems, review of safety. ഇനി ഫസ്റ്റ് വൺ നോക്കിയേ, അക്കൗണ്ടബിലിറ്റി അല്ലെ. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടബിലിറ്റി
എന്താ അക്കൗണ്ടബിലിറ്റി? അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാല് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. ഓക്കെ, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാല് ഉത്തരവാദിത്തം. ഓക്കെ, അപ്പോ ഇവിടെ എങ്ങനെയാണ് നോക്കിയേ, അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്കില് വ്യത്യാസം വന്നു കഴിഞ്ഞാല് അവിടെയുള്ള സ്റ്റാഫ് കൃത്യമായിട്ടല്ല അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടല്ല അവരവിടെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റോ? സ്റ്റോക്ക് വെരിഫൈ ചെയ്യുമ്പോ അല്ലെ എന്താണ് കൃത്യമായിട്ടുള്ള സ്റ്റോക്കിൽ എന്തെങ്കിലും വ്യത്യാസമോ കൂടുതലോ കുറവോ ഒക്കെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ? അവിടെയുള്ള സ്റ്റാഫുകള് കൃത്യമായിട്ടല്ല അവിടുത്തെ വർക്കുകള് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതാ ടോമി പറയേണ്ടത്? അല്ല, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് ടോമിസ് എടുക്കുന്നത്. ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ടോമി ഇപ്പൊ കേറിയുള്ളോ? എന്ത് പറ്റി വൈകിയത്? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ അക്കൗണ്ടബിലിറ്റി നമ്മൾ മനസ്സിലായില്ലേ? അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാല് ഉത്തരവാദിത്തം. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ? സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതിലൂടെ കൂടുതലോ കുറവോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്താണ് ആ സ്റ്റോക്കിലുള്ള അല്ലെങ്കിൽ സ്റ്റോറിലുള്ള അവര് വർക്ക് ചെയ്യുന്നവര് സ്റ്റാഫുകള് നല്ല ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടല്ല അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ആക്യുറസി. ആക്യുറസി എന്താ? കൃത്യത അല്ലെ? കൃത്യമായിട്ടുള്ള നമുക്ക് എന്താണ് ഈ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതിലൂടെ അവിടെയുള്ള സ്റ്റാഫുകൾ ഇപ്പൊ എന്തെങ്കിലും സ്റ്റോക്കിൽ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് വേരിയേഷൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അവിടുത്തെ സ്റ്റാഫുകള് നല്ല കൃത്യതയോട് കൂടിയിട്ടല്ല അല്ലെങ്കിൽ കാര്യക്ഷമതയോട് കൂടിയിട്ടല്ല അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് പീസേജ്. നമ്മൾ പറഞ്ഞു അല്ലെ, തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷണങ്ങൾ അല്ലെ, കളവ് അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും വെരിഫിക്കേഷൻസ് എന്താണ് കൂടുതലോ കുറവൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് അവിടെയുള്ള സ്റ്റാഫുകൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സ്റ്റോക്കില് കുറവ് കണ്ടു കഴിഞ്ഞാല് നമ്മള് ചിലപ്പോ എന്താണ് കമ്പ്യൂട്ടറിലൊക്കെ എൻട്രി ചെയ്തിട്ടുണ്ടാവും ഇത്ര എണ്ണം വെച്ചിട്ട്. പക്ഷെ അവിടെ നമ്മൾ എങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് അത്ര എണ്ണം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ചിലപ്പോ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മോഷണം സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ എന്താണ് എക്സാമൈനിങ് ഓഫ് സിസ്റ്റംസ്. എന്താണ് സ്റ്റോറിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് എന്താണ് ആ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുമ്പോഴേ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. കൃത്യമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ആ സ്റ്റോറിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് റിവ്യൂ ഓഫ് സേഫ്റ്റി. എന്താണ് റിവ്യൂ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാല് ജീവനക്കാരുടെ സേഫ്റ്റി അല്ലെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അവലോകനം നടത്താനായിട്ട് പറ്റിയ നമുക്ക് അതാണ് റിവ്യൂ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാല് ജീവനക്കാരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട അവലോകനം നടത്താനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്തായിരുന്നു? അക്കൗണ്ടബിലിറ്റി അല്ലെ, ഉത്തരവാദിത്തം. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് നല്ല രീതിയിൽ ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തിലൂടെയാണ് സാധിക്കുന്നത്? സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് ആക്യുറസി അല്ലെ, ആ സ്റ്റോക്കിലെ കാര്യങ്ങൾ കൃത്യമായിട്ടാണോ അവർ നടത്തുന്നത് അല്ലെങ്കിൽ കാര്യക്ഷമതയോട് കൂടിയിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ് വല്ല മോഷണങ്ങൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഐറ്റംസുകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതിലൂടെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെന്താണ്
സ്റ്റോറിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റിവ്യൂ ഓഫ് സേഫ്റ്റി അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അവലോകനം ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? അത് വായിച്ചു നോക്കി. ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ സ്റ്റോക്ക് വേരിയേഷൻസും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കാണാൻ പറ്റുന്നില്ലെന്നോ? ഏതിലാണ്? മൊഡ്യൂള് 3 ആണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മൊഡ്യൂള് 3 എത്രാമത്തെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ്. കിട്ടിയോ? മൊഡ്യൂള് 3 പേജ് നമ്പർ മിസ്സിന് അറിയില്ല, അതുകൊണ്ടാണ് പറയാത്ത കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ചാപ്റ്റർ നമ്പർ മിസ്സിന്റെ ഉള്ളത് 10 ആണ്. നിങ്ങളുടെ എത്രയെന്ന് അറിയില്ല. കിട്ടിയോ മോളെ? ഓക്കെ, വായിച്ചു നോക്കൂട്ടോ. ഇപ്പൊ പറഞ്ഞ 2 കാര്യങ്ങളും ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റോക്ക് വേരിയേഷനും ഒബ്ജക്റ്റീവ്സും വായിച്ചു നോക്കൂട്ടോ. പറഞ്ഞോട്ടോ അമ്മേ, എന്ത് പറ്റി? വായിച്ചു കഴിഞ്ഞോ? പിൽഫ്രേജ് എന്ന് പറഞ്ഞാല് മോഷണം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോഡിഫിക്കേഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കോളൂ. കോഡിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് representing all items by a number or alphabet, the digits of which shows a group, the subgroup, the type and magnitude of items. എന്താ പറയുന്നത്? കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐറ്റത്തിനെ
നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റോ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഒരു ഐറ്റത്തിനെ നമ്പറോ ആൽഫബറ്റോ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ടോമിന് മനസ്സിലായോ? എന്താ നോക്കിയേ, എന്താ പറഞ്ഞത്? ഒരു ഐറ്റത്തിനെ നമ്പറോ ആൽഫബറ്റോ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഐറ്റം എന്താണ്, ഏത് ഗ്രൂപ്പിലാണോ അല്ലെങ്കിൽ ഏത് സബ് ഗ്രൂപ്പിലാണോ അതുള്ളത്, അതുപോലെ തന്നെ അത് ഏത് ടൈപ്പ് ഓഫ് ഐറ്റം ആണ്, അല്ലെങ്കിൽ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐറ്റം അല്ലെ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് വ്യാപ്തി, അല്ലെങ്കിൽ എന്താണ്, അത് ഏത് അളവിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോ കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരൈറ്റത്തിനെ നമ്പറോ ആൽഫബറ്റോ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കോഡിഫിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്താണ്, ഒരൈറ്റം ഏത് ഗ്രൂപ്പിലാണോ ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് സബ് ഗ്രൂപ്പിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഐറ്റം ആണോ, അല്ലെങ്കിൽ എന്താണ് എത്ര വ്യാപ്തിയിൽ അല്ലെ എത്ര അളവിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായോ കോഡിഫിക്കേഷൻ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. എന്താണ് കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റം? ഫസ്റ്റ് വൺ എന്താണ്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. എന്ത് വെച്ചിട്ടാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാ? ന്യൂമറിക്കൽ എന്ന് പറയുമ്പോ എന്ത് വെച്ചിട്ടായിരിക്കും? നമ്പർ വെച്ചിട്ടല്ലേ. നമ്പർ വെച്ചിട്ടായിരിക്കും ഇവിടെ ഐറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Providing numbers to understand the group in a സ്റ്റോർ എന്നാക്കണം കേട്ടോ. അവിടെ സ്റ്റോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് സ്റ്റോർ എന്നാക്കണം. ഒരു ഐറ്റത്തിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ വെച്ചിട്ടാണ്. ഒരു സ്റ്റോറിലെ ഐറ്റത്തിന്റെ ഗ്രൂപ്പ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്പർ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. 2 to 99 എന്ന നമ്പർ, അതിനെ ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? സർജിക്കൽ ഐറ്റംസ് എന്നാണല്ലേ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ നമ്പർ ഉപയോഗിച്ചിട്ടാണ് സർജിക്കൽ ഐറ്റം ആണെന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നോക്കിയേ. ആൽഫബറ്റിക്കൽ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യാം? എന്തുപയോഗിച്ചിട്ടാണ്? ലെറ്റേഴ്സ് വെച്ചിട്ടല്ലേ. ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽസ്. ഫസ്റ്റ് 3 letters യൂസ്ഡ്. ഫോർ എക്സാമ്പിൾ എന്താണ്? സർജിക്കൽ എന്ന വേർഡ് ഇതിനെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് 3 letters ആണ് അല്ലെ. SUR എന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അവിടെ SUR എന്ന് കൂടി ചേർത്ത് കൊടുക്കാം. ആറില്ല, ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. സർജിക്കൽ എന്ന വേർഡിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഫസ്റ്റ് 3 letters ഉപയോഗിച്ചിട്ടാണ്. SUR എന്ന് പറഞ്ഞാല് സർജിക്കൽ ആണ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവിടെ എന്താണ്? ഗ്രൂപ്പിലുള്ള ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫബറ്റ് അല്ലെ, ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇനി എന്താണ്? തേർഡ് വൺ നോക്കിയേ. ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. ഇവിടെ എന്തായിരിക്കും? ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോ ബിക്കാര് കണ്ടിട്ടാ. ബിക്കാര് ആൻസർ പറയണ്ട. എക്കാര് പറഞ്ഞു ഒന്ന്. ബിക്കാർക്ക് ക്ലാസ് എടുത്തതായെന്നുണ്ടേ അവർക്ക് പെട്ടെന്ന് കിട്ടും. എന്താണ് ആൽഫ ന്യൂമറിക്കൽ എന്ന് പറയുമ്പോ? ആൽഫബറ്റും അതുപോലെ എന്താണ് നമ്പേഴ്സും ഉപയോഗിച്ചിട്ടല്ലേ. അവയുടെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും ഇവിടെ. നോക്കിക്കോളൂ. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റം അല്ലെ. എന്താണ്? ആൽഫബറ്റിക്കലിന്റെയും ന്യൂമറിക്കലിന്റെയും കോമ്പിനേഷൻ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. യൂസ് alphabets to show main groups and numbers for subgroups or vice versa. അപ്പോ ആൽഫബറ്റിനെ മെയിൻ ഗ്രൂപ്പ് ആയിട്ടും അതുപോലെ തന്നെ നമ്പേഴ്സിനെ സബ് ഗ്രൂപ്പ് ആയിട്ടുമാണ് കണക്കാക്കുന്നത്.
അതുപോലെ തന്നെ തിരിച്ചും പറയാനായിട്ട് പറ്റും. അതാണ് അവിടെ വൈസ് വേഴ്സ എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ് ആൽഫബറ്റിനെ സബ് ഗ്രൂപ്പ് ആയിട്ടും പറയാം, അതുപോലെ തന്നെ നമ്പേഴ്സിനെ മെയിൻ ഗ്രൂപ്പിലും ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ ആണോ? രണ്ട് രീതിയിൽ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. എന്താണ് ഈ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത്. ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് ആൽഫബറ്റ്സിന്റെയും നമ്പേഴ്സിന്റെയും കോമ്പിനേഷൻ ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഓക്കെ ആണോ? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, അതുപോലെ ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഡെസിമൽ സിസ്റ്റം. എന്താണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ. പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ ഡെസിമൽ സിസ്റ്റം? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്പേഴ്സ് പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, പഠിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് the use of decimal to represent item അല്ലെ. ഡെസിമൽ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? കണ്ടോ ഇവിടെ പോയിന്റ് കണ്ടോ? 50.1432. ഓക്കെ, പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കൊഡാക് സിസ്റ്റം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കൊഡാക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസിങ് 10 digits to represent an item. ഇവിടെ ഒരൈറ്റത്തിനെ എത്ര ഡിജിറ്റ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കൊഡാക് സിസ്റ്റത്തില്? യൂസിങ് 10 ഡിജിറ്റ്സ് അല്ലെ. യൂസിങ് 10 digits to represent an item. ഒരൈറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 10 digits യൂസ് ചെയ്തുകൊണ്ടാണ്. ഇറ്റ് ഈസ് ദ ബെറ്റർ ടു യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ചു വെച്ചേ. യൂസിങ് 10 digits to represent an item. ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 digits ആണ് കൊഡാക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുമ്പോ ഡൗട്ട് തോന്നരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് പോകരുത് കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ ആണോ? കൊഡാക് സിസ്റ്റം വരെ ഓക്കെ. ഇനി ബ്രിഡ്ജ് സിസ്റ്റം നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇത് ബ്രിഡ്ജ് സിസ്റ്റം എന്ന് പറയുന്നത്. യൂസിങ് 7 digits to represent a specific item അല്ലെ. എന്താണ്? ഒരു സ്പെസിഫിക് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡിജിറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? എത്രയാണ്? 7 digits അല്ലെ. കൊഡാക് സിസ്റ്റത്തിൽ എത്രയാണ് യൂസ് ചെയ്യുക? കൊഡാക്കില് 10 digits. അതുപോലെ ബ്രിഡ്ജ് സിസ്റ്റത്തില് 7 digits ആണ്. മാറിപ്പോവരുത് കേട്ടോ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അതാണ് മിസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം. കണ്ടില്ലേ? എക്സാമ്പിൾ കണ്ടോ? എന്താണ്? മെഡിക്കൽ എക്യുപ്മെന്റിനെ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. 7 digits ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1.02.00.00. ഇനി നെക്സ്റ്റ് അടിയിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ബ്ലഡ് ഗ്യാസ് അനലൈസർ. ഓക്കെ, അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് നോക്കിയേ. 1.02.01.00. ഓക്കെ, അങ്ങനെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും ക്വസ്റ്റ്യൻ വരില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എത്ര ബ്രിഡ്ജ് സിസ്റ്റത്തില് എത്ര ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊഡാക് സിസ്റ്റത്തില് ഒരൈറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബാക്കിയുള്ളത് അറിയാലോ. എന്താണ്? ഡെസിമൽ അല്ലെ. ഡെസിമൽ സിസ്റ്റത്തില് പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് അല്ലെ. ആൽഫബറ്റിന്റെയും നമ്പേഴ്സിന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇനി ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റത്തില് ഐറ്റത്തിനെ 3 letters ഉപയോഗിച്ച് അല്ലെ. ഫസ്റ്റ് 3 letters ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്.
അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കോഡിഫിക്കേഷൻ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കിയേ. ടോമിന് ഓക്കെ ആണോ? മനസ്സിലായോ കോഡിഫിക്കേഷൻ? വായിച്ചു നോക്കൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. കോഡിഫിക്കേഷൻ എന്താണ്, അതുപോലെ അതിന്റെ ക്ലാസിഫിക്കേഷൻ കേട്ടോ, അതും ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും വായിച്ച് പഠിക്കാം. ഓക്കെ ആണോ? കോഡിഫിക്കേഷൻ വായിച്ചു നോക്കിയോ? നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസസ്. പലതരത്തിൽ നമ്മള് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ABC അനാലിസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? നിങ്ങള് ഉണ്ടാവുമല്ലോ ചിലപ്പോ കൊമേഴ്സുകാരൊക്കെ. ABC അനാലിസിസ്, മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കുറച്ച് ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, എന്നാലും എന്താണ് പഠിക്കാത്തവര് നമുക്ക് ഇപ്പൊ പഠിക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ മെറ്റീരിയൽസ് ഓരോ വിധത്തിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതില് ഫസ്റ്റ് ആണ് ABC അനാലിസിസ്. നമ്മുടെ മെറ്റീരിയൽസിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? ABC എന്ന് പറഞ്ഞ് ക്ലാസിഫിക്കേഷൻ നടത്തും. അതാണ് ABC അനാലിസിസ്. ഇനിയും നമുക്ക് ABC അനാലിസിസിനെ തുടർന്നും നമുക്ക് പഠിക്കാനുണ്ട്, വിശദീകരിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. ഇപ്പൊ ഇത്രയും നോക്കാം കേട്ടോ. ഓക്കെ, ABC annual value of to control the alphabetical approach consumption of purchase, storing or always better control items concern an issue of materials in the normal course of business. എന്താ പറയുന്നത്? എന്താണ്
നമ്മളിപ്പോ ഒരു സ്ഥാപനത്തില് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കാനായിട്ട് നമ്മള് കുറെ അധികം ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, കുറെ അധികം മെറ്റീരിയൽസ്. ഇപ്പൊ എന്താണ്, ഹോസ്പിറ്റൽ ആണെങ്കിൽ കുറെ അധികം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ്സിന് യൂസ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ. അങ്ങനെ ആ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു, അത് സ്റ്റോർ ചെയ്തു. ഇനി അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റോക്ക് കൺട്രോൾ പഠിച്ചില്ലേ? സ്റ്റോക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു ABC എന്ന് പറഞ്ഞ് നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തില് എന്താണ് മെറ്റീരിയൽസിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ആൽഫബറ്റിക്കൽ അപ്രോച്ചസ്, ABC അനാലിസിസില് ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്കുകളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ABC എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്ത പോർഷനിൽ ABC അനാലിസിസിനെ കുറിച്ചിട്ട് വിശദീകരിച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇവിടെ എന്താ പറഞ്ഞത്? ABC അനാലിസിസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, പല ഓർഗനൈസേഷനിലും എന്താണ് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ സ്റ്റോറില്? ഈ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പലതരത്തിലുള്ള നമ്മൾ നിയന്ത്രണങ്ങൾ ചെയ്യാറില്ലേ? സ്റ്റോക്ക് കൺട്രോളിംഗ് ടെക്നിക്സ് അല്ലെ, സ്റ്റോക്ക് കൺട്രോളിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ ABC അനാലിസിസിൽ ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോക്കുകള് കൺട്രോൾ ചെയ്യുന്നത്. ABC എന്ന് പറഞ്ഞ മെറ്റീരിയൽസിനെ 3 രീതിയിലാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണോ? ABC അനാലിസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി BED. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റൽ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട. ഇനി എന്താണ്? എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എസെൻഷ്യൽ അത്യാവശ്യമായ അല്ലെ, എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകം എന്നൊക്കെ പറയാറില്ലേ നമ്മള്? എന്താണത്? അത്യാവശ്യമായ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായ. ഇനി ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭികാമ്യമായ. അഭികാമ്യമായ. ഓക്കെ, BED, critical nature of particular item used to determine the stock levels. അപ്പോ ഇവിടെ എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞു നമ്മൾ എന്താണ്? BED ഉപയോഗിച്ചിട്ടാണ് അല്ലെ. വൈറ്റൽ. വൈറ്റൽ ആയിട്ടുള്ള ഐറ്റം ഏതാണ്? അതുപോലെ തന്നെ അത്യാവശ്യം ആയിട്ടുള്ള ഐറ്റംസ് ഏതാണ്? എസെൻഷ്യൽ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അഭികാമ്യമായിട്ടുള്ള ഐറ്റംസ് ഏതാണ്? അങ്ങനെയാണ് നമ്മൾ BED ബേസിലൂടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്താണ്? ഒരു ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് BED ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. പറഞ്ഞു എന്താണ്? പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ്? ഓക്കെ, അതാണ് BED ക്ലാസിഫൈ ചെയ്യുന്നത്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ്? അതാണ് ഈ എന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ഡിസൈറബിൾ അല്ലെ, അഭികാമ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണോ അതാണ് D എന്ന ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇവിടെ എങ്ങനെയാണ്? മെറ്റീരിയൽസിന്റെ നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ B എന്ന കാറ്റഗറിയിൽ വൈറ്റൽ ആയിട്ടുള്ള ഐറ്റംസ് വരും, പ്രധാനപ്പെട്ട ഐറ്റംസ്. അതുപോലെ തന്നെ E എന്ന കാറ്റഗറിയിൽ അത്യാവശ്യമായിട്ടുള്ള ഐറ്റംസ് ഏതാണോ അതാണ് E എന്ന കാറ്റഗറിയിൽ വരുന്നത്. D എന്ന കാറ്റഗറിയിൽ എന്താണ്? അഭികാമ്യമായിട്ടുള്ള ഐറ്റംസ് ഏതാണോ അതാണ് D എന്ന കാറ്റഗറിയിൽ
ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? ഇവിടെ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യുന്നത്? ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതാണ് വൈറ്റല്, എസെൻഷ്യല്, ഡിസൈറബിൾ. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, HML, ഹൈ, മീഡിയം, ലോ. യൂണിറ്റ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ എന്നാക്കണം കേട്ടോ അവിടെ. യൂണിറ്റ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ടു കൺട്രോൾ പർച്ചേസ്. മെറ്റീരിയൽ നോക്കിയോ? ഓക്കെ. ഇനി എന്താണ് ഇവിടെ എങ്ങനെയാ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? ഒരു വസ്തുവിന്റെ വിലയെ അടിസ്ഥാനമാക്കിയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. പ്രൈസിനെ അടിസ്ഥാനമാക്കി. മെറ്റീരിയലിന്റെ അവിടെ സ്റ്റേറ്റ് ഉണ്ട്, ആ സ്പെല്ലിംഗ് ഒന്ന് തിരുത്താം കേട്ടോ. യൂണിറ്റ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ. HML-ല് എങ്ങനെയാ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? ഓരോ ഐറ്റത്തിന്റെയും പ്രൈസ്, വിലയെ അടിസ്ഥാനമാക്കി, ഒരു വസ്തുവിന്റെ വിലയെ അടിസ്ഥാനമാക്കിയാണ് അവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ. ഹൈ കോസ്റ്റ് ഉള്ള മെറ്റീരിയൽസ് ഏതാണ്? അത് എക്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു അല്ലെ. അതുപോലെ മീഡിയം കോസ്റ്റ്, അത് ഏത് മെറ്റീരിയൽസിനാ വരുന്നത്? അത് എം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ലോ കോസ്റ്റ് എൽ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പൊ ഒരു വസ്തുവിന്റെ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ ആണോ? മൂന്നെണ്ണം ഒന്ന് വായിച്ചു നോക്കിയേ. മൂന്നെണ്ണം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഒന്ന് പറയണോ? ഒന്നെന്താണ്? ABC അനാലിസിസ്. നമ്മള് ABC എന്ന് പറഞ്ഞിട്ടാണ് മെറ്റീരിയൽസിനെ ക്ലാസിഫിക്കേഷൻ അവിടെ നടത്തുന്നത്. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഒരു സ്ഥാപനത്തിൽ എന്താണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് എന്താണ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ. ഈ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യുമ്പോൾ പല നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പഠിച്ചില്ലേ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഇൻവെന്ററി കൺട്രോള് ABC അനാലിസിസിൽ നടത്തുന്നത് എങ്ങനെയാണ്? ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതാണ്? ABC എന്ന് പറഞ്ഞിട്ടാണ് മെറ്റീരിയൽസിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് പോർഷനിൽ നമ്മൾ അതിനെ കുറിച്ച് വിശദീകരിച്ച് പഠിക്കും. ക്ലിയർ ആവും കേട്ടോ നിങ്ങൾക്ക്. ഈ നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത്തെ പോയിന്റ് പറയണോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? BED എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അവിടെ എന്താണ്? എങ്ങനെയാണ് ഇവിടെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത്? ഒരു ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. മനസ്സിലായോ? എന്താണ്? BED-യില് ഒരു ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. എങ്ങനെയാണ്? PED. P എന്താണ്? പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ വൈറ്റൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ്? അത് B എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ E എന്താണ്? എസെൻഷ്യൽ അല്ലെ അത്യാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ്? അതിനെ E എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി D എന്താണ്? ഡിസൈറബിൾ അഭികാമ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണോ അതിനെ D എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ക്ലിയർ ആയോ? ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് BED-യില് ക്ലാസിഫിക്കേഷൻ
ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫോർത്ത് പോയിന്റ് ആണ് പറയുന്നത്. ചിലതിന് എക്സ്പാൻഷൻ ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ, അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഫോർത്ത് പോയിന്റിന് എക്സ്പാൻഷൻ ഇല്ല കേട്ടോ. നോക്കിക്കോളൂ, എക്സ് വൈ ഇസഡ്. This depends on to review the inventory value inventories നാക്കണോട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. Inventory value inventories and of items stored, their uses and scheduled intervals. എന്താ പറയുന്നത്? നമ്മള് ഒരു സ്റ്റോക്കിലെ ഒരു സ്റ്റോറിലെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്താണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് വസ്തുക്കളുടെ മൂല്യം അനുസരിച്ചിട്ടാണ്. വാല്യൂ. സ്റ്റോറില് നമ്മൾ സ്റ്റോക്കുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇൻവെന്ററീസിന്റെ അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അല്ലെങ്കിൽ എന്താണ്, ചില ഇടവേളകളാകുമ്പോൾ ചിലപ്പോൾ വസ്തുക്കളുടെ മൂല്യത്തിലൊക്കെ വ്യത്യാസം വരാം. ചില ഇടവേളകളില് വസ്തുക്കളുടെ മൂല്യത്തിന് വ്യത്യാസം ഉണ്ടാവാം. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. മാസ്ക് ഏത് ടൈമിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്? പറയാൻ പറ്റോ? ഏത് ടൈമിലായിരുന്നു മാസ്ക് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്തത്? കൊറോണ ടൈമിൽ അല്ലെ. ആ കൊറോണ ടൈമില് മാസ്കിന്റെ മൂല്യം എന്തായി? ഇൻക്രീസ് ആയില്ലേ? അതാണ് പറയുന്നത്. ചില ഇടവേളകളാകുമ്പോൾ എന്താണ്, ഇടവേളകളില് മാസ്കിന്റെ മൂല്യം ഇൻക്രീസ് ആവുന്നുണ്ട്. ഇപ്പൊ പൊടിയും അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും മാസ്ക് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത് അല്ലെ എന്താണ്, കൊറോണ ടൈമിലാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ മാസ്കിന്റെ ഉപയോഗം കൂടി, വസ്തുവിന്റെ ഉപയോഗം അല്ലെങ്കിൽ ആ മൂല്യം ഇൻക്രീസ് ചെയ്തു. ഇവിടെ കണക്കാക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണ്? ആ മൂല്യത്തിനനുസരിച്ചിട്ടാണ്. ഒരു വസ്തുവിന്റെ മൂല്യത്തിനനുസരിച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? എക്സ്പ്രസ്. ഓക്കെ, ടീച്ചർ പറഞ്ഞ എക്സാമ്പിളും കൂടി ഒന്ന് എഴുതി ചേർത്ത് വെക്കാം കേട്ടോ. പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഫിഫ്ത്ത് വൺ ആണ് FSM. Consumption to restrain purchase, fast moving pattern or issue, and scrap, slow moving and from the store. No moving ആക്കണം കേട്ടോ. അവിടെ stores no moving. No moving. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്? മൂവിങ് അല്ലെ, മെറ്റീരിയൽസിന്റെ മൂവബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ മൂവിങ് അനുസരിച്ചിട്ടാണ് ഇവിടെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. എഫ് എന്താണ്? ഫാസ്റ്റ് മൂവിങ്. ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? അത് എഫിൽ വരുന്നു. ഇനി എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോ മൂവിങ് അല്ലെ. സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റംസ് ഏതാണ്? അത് സ്ലോ മൂവില് ഉൾപ്പെടുത്തുന്നു. ഇനി എന്താണ്? എൻ അല്ലെ. നോ മൂവിങ്. ഒട്ടും മൂവ് ആവാത്ത മെറ്റീരിയൽസ് ഏതാണ്? അതാണ് നോ മൂവിങ്ങില് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? ഫാസ്റ്റ് മൂവിങ് ഉണ്ട്, സ്ലോ മൂവിങ് ഉണ്ട്, നോ മൂവിങ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? SDE എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വസ്തുക്കളെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. നോക്കിക്കോളൂ. പർച്ചേസിംഗ് പ്രോബ്ലംസ്, ലീഡ് ടൈം, first to attain the regarded analyst and difficult to get availability of the item, purchasing and easy to attain strategies. എന്താണ് നമ്മൾ പറഞ്ഞു? ഇവിടെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് SDE എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. എന്താണ്? ലീഡ് ടൈമില് ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാല്, ലീഡ് ടൈം എന്താണ്? നമ്മൾ വസ്തു ഓർഡർ ചെയ്തു നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ടൈം ആണ് അല്ലെ. ചിലപ്പോ ഓർഡർ ചെയ്തിട്ട് കുറെ നാളുകൾ പിടിക്കും നമ്മുടെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോ ഫേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൗർലഭ്യം.
മെറ്റീരിയൽസ് ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥ, അതാണ് സ്കേഴ്സ്. മനസ്സിലായോ? ലീഡ് ടൈമിന്റെ പ്രോബ്ലം വരുമ്പോ അവിടെ മെറ്റീരിയൽസ് ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥ, ദൗർലഭ്യം അനുഭവപ്പെടുന്നു, അതാണ് സ്കേഴ്സിൽ വരുന്നത്. അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ സ്കേഴ്സിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആണോ? സ്കേഴ്സ് ഓക്കെ ആണോ? ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് സ്കേഴ്സിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ എന്താണ് ഡിഫിക്കൽറ്റി അല്ലെ? ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. എന്നിരുന്നാൽ കൂടിയും സ്കേഴ്സിന്റെ അത്രയ്ക്കും നമുക്ക് മെറ്റീരിയൽസ് കിട്ടാനില്ല, കിട്ടും, അവൈലബിൾ ആണ്, എന്നിരുന്നാൽ കൂടിയും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഡിഫിക്കൽട്ട്. അപ്പൊ അങ്ങനെ അവൈലബിൾ നമുക്ക് കിട്ടും, അത്രയ്ക്ക് സ്കേഴ്സിന്റെ അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല, അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫിക്കൽട്ടില് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താണ് നെക്സ്റ്റ്? ഈ ആണല്ലേ, ഈസി ടു അറ്റൈൻ, പെട്ടെന്ന് നമുക്ക് കിട്ടും അല്ലെ, ലഭ്യമാക്കുന്നത്, പെട്ടെന്ന് നമുക്ക് ലഭ്യമാകുന്ന വസ്തുക്കള്, അതാണ് ഈ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായോ? എസ് ബി ഇ എന്ന് പറഞ്ഞിട്ടാണ് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടും കിട്ടാനില്ലാത്ത മെറ്റീരിയൽസ് ആണ് സ്കേഴ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാല് സ്കേഴ്സിന്റെ അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല, എന്നിരുന്നാൽ കൂടിയും അവൈലബിൾ ആണ്, നമുക്ക് കിട്ടാനില്ല, എന്നിരുന്നാൽ കൂടിയും അത് കിട്ടും, അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ഡിഫിക്കൽറ്റിയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈസി ടു അറ്റൈൻ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നമുക്ക് ലഭ്യമാകുന്ന വസ്തുക്കള്, അതിനെ നമ്മള് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഗോൾഫ്. എന്താണ്? ഗവൺമെന്റ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ്, സോഴ്സ് ഓഫ് മെറ്റീരിയൽ ടു ദ പ്ലാൻ ദ പർച്ചേസ് സ്ട്രാറ്റജീസ്. എന്താണ്? മെറ്റീരിയൽസ് ലഭ്യമാകുന്ന സ്രോതസ് എവിടെ നിന്നാണ് എന്നതിനനുസരിച്ചിട്ടാണ് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ ഗവൺമെന്റിൽ നിന്ന് പർച്ചേസ് ചെയ്താണ്, അല്ലെങ്കിൽ ഓർഡിനറി പർച്ചേസിൽ നിന്നാണോ ലഭിക്കുന്നത്, ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഫോറിൻ പർച്ചേസ് വഴിയാണോ നമ്മൾക്ക് ലഭിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ ഓരോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മെറ്റീരിയൽസ് ലഭ്യമാകുന്ന സ്രോതസ് എവിടെ നിന്നാണ് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മള് ഇവിടെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഗവൺമെന്റിൽ നിന്നാണോ, ഓർഡിനറി പർച്ചേസിൽ നിന്നാണോ, ലോക്കൽ പർച്ചേസിൽ നിന്നാണോ, ഫോറിൻ പർച്ചേസിൽ നിന്നാണോ ആ മെറ്റീരിയൽസ് ലഭ്യമാകുന്നത്. ഓക്കെ, ഇനി എന്താണ്? SOS അല്ലേ, സീസണൽ ആൻഡ് ഓഫ് സീസണൽ. സീസണാലിറ്റി ഓഫ് ദ ഐറ്റം ടു പ്ലാൻ ദ പർച്ചേസിംഗ് സ്റ്റോറിംഗ് സ്ട്രാറ്റജീസ്. എന്താണ്? ഒരു വസ്തുവിന്റെ സീസണാലിറ്റി അനുസരിച്ച് ആ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇപ്പൊ എന്താണ്? സീസൺ, പല സീസൺ ആവുമ്പോൾ ഇപ്പൊ എന്താ, ഫ്രൂട്ട്സിന്റെ സീസൺ ഒക്കെ എങ്ങനെയാണ്? മാങ്ങയൊക്കെ എങ്ങനെ എപ്പോഴാണ് കിട്ടാൻ? നമുക്ക് ഒരു മാർച്ച്, ഏപ്രിൽ അല്ലെ, ആ ടൈമിലല്ലേ കൂടുതലായിട്ട് മാങ്ങ കിട്ടുന്നത്. മാങ്ങയുടെ സീസൺ ഏതാ? ആ ടൈമിലാണ് അല്ലെ മാങ്ങയുടെ സീസൺ, ചൂട് സീസൺ. അതുപോലെ തന്നെ ഇപ്പൊ മഴക്കാലമാകുമ്പോ എന്താണ്? റെയിൻകോട്ട്, കുട, അതിന്റെ സീസൺ ആവും. സ്കൂള് തുറക്കുന്ന ടൈം ആവുമ്പോ എന്താണ്? ബാഗ്, ചെരുപ്പ്, ബുക്സ് അല്ലെ, അങ്ങനെയുള്ള അംബർല എല്ലാം അങ്ങനെയുള്ള സീസൺ ആവും. അപ്പൊ ഓരോ വസ്തുവിന്റെയും സീസണാലിറ്റി അനുസരിച്ചിട്ടാണ് ആ വസ്തുവിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതാണ് SOS. ക്ലിയർ അല്ലേ? ഇനി എന്താണ്? രണ്ട് കാര്യങ്ങൾ കൂടിയുള്ളൂ കേട്ടോ, ഇത് ഞാൻ മിസ് വൈൻഡപ്പ് ചെയ്യാം. വൈറ്റൽ ആൻഡ് നോർമൽ. അതുപോലെ തന്നെ 9ഉം 10ഉം നമ്മളെ വസ്തുക്കളെ ക്ലാസിഫൈ ചെയ്യുന്നത് എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ്. റാം അതുപോലെ തന്നെ വെയിറ്റ് എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ വൈറ്റൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട എക്യുപ്മെന്റ് ഏതാണ്? അത് വൈറ്റലില്. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രാധാന്യം കുറഞ്ഞതിനെ നോർമലിലും ഉൾപ്പെടുത്തുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസ് ടു റിസ്ട്രെയിൻ എസെൻഷ്യൽ ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ്. നോർമൽ ആയിട്ടുള്ളത് കുറച്ചുകൂടി പ്രാധാന്യം കുറഞ്ഞതിനെ നോർമലായിട്ടും, ഏറ്റവും പ്രാധാന്യം കൂടിയതിനെ, ഏറ്റവും പ്രധാനമുള്ളതിനെ നമ്മൾ വൈറ്റൽ ആയിട്ടും അവിടെ ക്ലാസിഫിക്കേഷൻ
ഓക്കെ, എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് വെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി റാം എന്താണ്? റിലയബിലിറ്റി, അവൈലബിലിറ്റി, മെയിൻ്റെനൻസ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തത. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? എക്യുപ്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞില്ലേ? എന്താണ് അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ? എന്താണ്? സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ മെയിൻ്റെനൻസുമായിട്ട് അതിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ എക്യുപ്മെന്റിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. ഇവിടെ 3 തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. റിലയബിലിറ്റി അനുസരിച്ച്, അതുപോലെ അവൈലബിലിറ്റി സ്പെയർ പാർട്സിന്റെ ലഭ്യത അനുസരിച്ച്, അതുപോലെ മെയിൻ്റെനൻസിന്റെ അടിസ്ഥാനത്തിലുമാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. എക്യുപ്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് 9ലും 10ലും പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഇത്ര വരെ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ടൈം കഴിഞ്ഞു, അതാണ് മിസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് വരുന്നുണ്ടോ മക്കളെ? സിക്സ്ത് പോയിന്റോ? സിക്സ്ത് പോയിന്റ് എന്താണ്? സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ലീഡ് ടൈമിന്റെ ബേസിലാണ്. ലീഡ് ടൈമിന് പ്രോബ്ലം ഉണ്ടാകുന്നു. എന്താണ്? മെറ്റീരിയൽസ് ഓർഡർ ചെയ്തു, നമ്മുടെ കയ്യിൽ കിട്ടാനുള്ള ആ ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആ ടൈമില് പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ്? ആ സ്റ്റോറിൽ ചിലപ്പോ ഉണ്ടാവില്ലല്ലേ, ചിലപ്പോ കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ അപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്, ഈ മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ആ ലീഡ് ടൈമില് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സ്റ്റോറിൽ ആ സ്റ്റോക്ക് ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്കേഴ്സ്, ദൗർലഭ്യം, ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥ. ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഐറ്റം ഒട്ടും കിട്ടാനില്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ സ്കേഴ്സിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. എസ് എന്ന കാറ്റഗറിയിലാണ് ആ മെറ്റീരിയലിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതുപോലെ ഡിഫിക്കൽറ്റി സ്കേഴ്സിന്റെ പോലെ തന്നെയാണ്, കിട്ടാനില്ല എങ്കിലും എന്താണ്? അവൈലബിൾ ആണ്, അതവിടെ ഉണ്ടായിരിക്കും. അവൈലബിലിറ്റി നമുക്ക് എന്താണ്? ലഭ്യമായിരിക്കും. അങ്ങനെ സ്കേഴ്സിന്റെ അത്രയ്ക്കും ബുദ്ധിമുട്ട് വരുന്നില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഡിഫിക്കൽറ്റിയില് അല്ലെങ്കിൽ ഡി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. പിന്നെന്താണ്? ഈസി ടു അറ്റൈൻ, നമുക്ക് പെട്ടെന്ന് ലഭ്യമാകുന്ന വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, അതിനെ ഇ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ ആണോ? മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? 6 പോയിന്റ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ചുകൊണ്ട് വരാട്ടോ.